Hi Sundaris, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലാമിഗോ ബോക്സിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി 2 ബോക്സിന്റെ അൺബോക്സിംഗും റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാർട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഈ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി കുറച്ച് മേക്കപ്പ്, 1-2 മേക്കപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ 2-3 സ്കിൻ കെയർ പ്രോഡക്റ്റ് എല്ലാം കൂടിയിട്ടുള്ളൊരു ബോക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ എടുക്കാം. ആ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. പിന്നെ 6 മാസത്തെ ഒരു പ്ലാൻ എടുക്കുകയാണ്, സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബോക്സിന് 299 രൂപയുള്ളൂ. അതേസമയം നമുക്ക് 4-5 പ്രോഡക്റ്റ്, ഒരു 2000 രൂപയുടെ വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് 299 രൂപയ്ക്ക് നമുക്ക് കിട്ടുക. സോ ഈ മാസം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്ട്സ് ഈ 5 പ്രോഡക്ട്സ് ആണ്. ഇത് സമ്മർ സ്പെഷ്യൽ ബോക്സ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. ഇത് സമ്മർ ട്രീറ്റ് സീ ക്ലേ മാസ്ക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 150 രൂപയാണുള്ളത്. ഇത് സാധാരണ നമ്മൾ മാസ്ക് എങ്ങനെയാണുള്ളത് അതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്, ട്യൂബ് ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇതിന് നല്ല മണമാണ്. ഇത് സാധാരണ നമ്മൾ ഫേസിൽ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. യൂഷ്വലി എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ തന്നെ. എനിക്ക് ഇതിട്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഇട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല നീറ്റിൽ തോന്നി. നല്ല നീറ്റിലുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ. പക്ഷെ അത് നോർമലാണെന്ന് തോന്നുന്നു. അതിലിങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നോർമലാണെന്നുള്ളത്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണത്തെ ഗ്ലാമിഗോ ബോക്സിൽ ഇതേപോലെ എനിക്ക് ഒരെണ്ണത്തിന് നീറ്റിലുണ്ടായിരുന്നു. അപ്പം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എന്നുള്ളത്. എന്തായാലും ഞാനൊരു 15-20 മിനിറ്റ് വെച്ചു. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ കുഴപ്പമില്ല. നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്. സാധാരണ ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടല്ലോ, അതുണ്ട്. തെറ്റൊന്നുമില്ല, ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഒന്നും ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും നമ്മുടെ സ്കിൻ കുറച്ച് സോഫ്റ്റ് ആൻഡ് സപ്പിൾ, കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് പോലെ തോന്നും. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ വേദിക് ലൈൻ ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ്. ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത് 350 റുപ്പീസാണ്. ഇതൊരു കംപ്ലീറ്റ് ഫേഷ്യൽ കിറ്റാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കൊരു ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. സോ ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ഞാൻ വിചാരിച്ചു ഒരു പ്രത്യേക വീഡിയോ ചെയ്യാം, എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു വീഗൻ ബ്രാൻഡാണ്, ക്രുവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. ഇത് അത്യാവശ്യം വെൽ നോൺ ബ്രാൻഡാണ് കേട്ടോ. നൈക്കയിലൊക്കെ ഇവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചധികം സാഷേസ് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്റ്റെപ്പും, ഓരോ സാഷയിലും ഓരോ പ്രോഡക്റ്റ് ആണുള്ളത്. അത് ഏതിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസറാണ്. അതിനുശേഷം നമുക്കൊരു സ്ക്രബ് ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്കുള്ളത് ഒരു ക്രീമാണുള്ളത്. പിന്നെ മസാജ് ജെല്ലുണ്ട്. പിന്നെ ഒരു പാക്കാണിത്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് സിറം ഉണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആവും. ആൻഡ് ഇതൊരു നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഉപയോഗിക്കുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്ത് ഡീറ്റെയിൽ പറയാം. ഇത് NELF USA കോമ്പാക്ട് പൗഡറാണ്. ഇതും അത്യാവശ്യം കുറച്ച് അറിയപ്പെടുന്ന ബ്രാൻഡ് തന്നെയാണ്. ഇത് 350 റുപ്പീസാണ് ഈ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയണത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഷെയ്ഡ് പറയണത് നമ്പർ 2 ആണ്. അതാണ് രണ്ടാമത്തെ ഷെയ്ഡ്. ആകെ 3 ഷെയ്ഡേ ഉള്ളൂ ഇവർക്ക്. ആക്ച്വലി ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഷെയ്ഡ് വേണ്ടതെന്ന്. എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഷെയ്ഡ്. ഞാൻ എന്താ ആലോചിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും 3ാമത്തെ ഷെയ്ഡ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ പറയാം എന്താ എനിക്ക് പ്രശ്നം പറ്റിയെന്നുള്ളത്. പാക്കേജിങ് വൈസ് കുഴപ്പമൊന്നുമില്ല, നല്ല പാക്കേജിങ് ആണ്. മിറർ ഉണ്ട്, പിന്നെ നല്ലൊരു സ്പഞ്ച് ഉണ്ട്. നല്ല പ്രോഡക്റ്റാണ്. നല്ലൊരു ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ്. ഇനി ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എന്താണ് ഇതിൻ്റെ മേജർ പ്രശ്നം എന്നുള്ളത്. മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷെയ്ഡ് തന്നെയാണ്. ഞാൻ രണ്ടാമത്തെ ഷെയ്ഡാണ് പറഞ്ഞത്. സോ 3 ഷെയ്ഡിലുള്ളത് ഡാർക്കസ്റ്റ് ഷെയ്ഡാണെങ്കിൽ എനിക്ക് സൂട്ട് ആവുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തൊരു വൈറ്റ് കാസ്റ്റാണ്. ഞാനിപ്പോൾ മുഖത്ത് ഒരു BB ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീതിയാണ് ഈ കോമ്പാക്ട് പൗഡർ ഇടുന്നത്. അപ്പോൾ മുഖത്ത് അത്യാവശ്യം ഒരു വൈറ്റ് കാസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡാണ് പ്രശ്നം. എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷെയ്ഡിൽ പ്രശ്നം തോന്നുന്നില്ല, പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷെയ്ഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയ്ഡ് നമ്പർ 3 എടുത്താൽ മതി. ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് അത് മാത്രമാണ്. 3 ഷെയ്ഡിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡാണ് എൻ്റെ നിറത്തിലുള്ളവർക്ക് പറ്റുക. അപ്പോൾ എന്നെക്കാട്ടിലും നിറം ഡാർക്കർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് പറ്റിയ ഷെയ്ഡ് ഉണ്ടാവില്ല.
സോ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രോഡക്റ്റ് വൈസ് വലിയ കുഴപ്പമില്ല, ഗംഭീരാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് കുറച്ചൊരു കേക്കി ഫീലിംഗ് പോലെ തോന്നുന്നുണ്ട് ഇതിൽ. പക്ഷേ എനിക്ക് മേജർ പ്രോബ്ലം ഈ ഷെയ്ഡാണ് പ്രശ്നം. അതിലെനിക്ക് അബദ്ധം പറ്റിപ്പോയി. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഇതെനിക്ക് അത്ര ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് കാണുന്നില്ലേ, ഭയങ്കര ഒരു ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. എനിക്കതൊട്ടും ഇഷ്ടമായില്ല. സോ ഈ പ്രോഡക്റ്റ് എനിക്ക് അത്ര പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്ലാമിഗോ ബോക്സ് മേടിക്കുന്നുണ്ട്, നിങ്ങളൊരു ഇരുനിറത്തിലുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഷെയ്ഡ് നമ്പർ 3 എടുത്താൽ മതി. സോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ബാമാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് ലിപ് ബാമാണ്. ഇത് വെരി വെൽ നോൺ ബ്രാൻഡ് എന്നുള്ളതാണ്. ഈ ബ്രാൻഡിൻ്റെ പേര് ഐലൻഡ് കിസ് ലിപ് സ്റ്റെയിൻ ആണ്. ഇത് 499 റുപ്പീസാണ് ഈ പ്രോഡക്റ്റിൻ്റെ വില. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, കാരണം നല്ല രസമായിട്ട് നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഇത് കുറേ നേരം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. പിന്നെ വേറെ ലിപ് ബാം പോലെ ഒട്ടലൊന്നുമില്ല. നല്ല പാക്കേജിങ് ആണ്, ട്യൂബ് പാക്കേജിങ് ആണ്. പിന്നെ ഇത് ടിൻറ്റഡ് ലിപ് ബാം ആണ്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ടിൻറ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് പിങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും അറിയില്ല, അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ക്ലിയർ ലിപ് ബാം പോലെ തന്നെയാണ്. പക്ഷെ ചില ബോക്സിൻ്റെ കൂടെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, റെഡ് ഷെയ്ഡൊക്കെയാണ്. അവർക്കൊക്കെ ഈ ലിപ് ബാം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലിപ് ടിൻറ്റ് പോലെ തോന്നിപ്പിക്കും. പക്ഷേ ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ലൈറ്റ് പിങ്ക് ആയതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയേയില്ല. സോ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു കളറുണ്ട്. ആ കളറ് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പോവും. സോ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് കുഴപ്പമില്ല, നല്ല ലിപ് ബാമാണ്. ഇത്ര കാശിന് വർത്താണോ ചോദിച്ചാൽ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഈ ബോക്സിന് ഇപ്പോൾ ഫ്രീ കിട്ടുന്ന കാരണം ഭയങ്കര ലാഭമാണ്. നല്ല മോയ്സ്ചറൈസിങ് ആണ്, നല്ല ലിപ് ബാമാണ്, എനിക്കിഷ്ടമായി. ഈ നാലാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ തിജോറി ആൻറ്റി ടാൻ പാക്കാണ്. ഇത് ആക്ച്വലി ഒരു മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ 5-6 പ്രോഡക്റ്റ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പൊടിയാണ്. ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടില്ല. നല്ല ഓർഗാനിക് പ്രോഡക്റ്റാണ്. വൈൽഡ് ടേമറിക് ആൻറ്റി ടാൻ ഫേസ് പാക്കാണ്. ഈ എസ്പെഷ്യലി ഈ സമ്മർ ടൈമിൽ ആൻറ്റി ടാൻ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. സോ ഈ സമ്മറിന് പറ്റിയ പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ലതാണ്. ഇതെനിക്ക് ഉപയോഗിച്ചിട്ട് നല്ലൊരു, അതായത് ഒരു ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലെയുള്ളൊരു ഷൈൻ ഉണ്ടല്ലോ മുഖത്ത്, അങ്ങനെ തോന്നി. ജസ്റ്റ് വെള്ളത്തിലോ റോസ് വാട്ടറിലോ കേർഡിലോ എന്തിലാണ് മിക്സ് ചെയ്യേണ്ടത് വെച്ചാൽ അതുപോലെ മിക്സ് ചെയ്യുക. ജസ്റ്റ് എന്നിട്ട് അതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. നല്ല പ്രോഡക്റ്റാണ്, തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മാസത്തെ ഗ്ലാമിഗോ ബോക്സ്. എനിക്ക് ആ കോമ്പാക്ട് പൗഡർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല പ്രോഡക്റ്റായിട്ടാണ് തോന്നുന്നത്. കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ വലിയ തെറ്റൊന്നുമില്ല, നല്ല ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മേടിച്ച് നോക്കൂ. പിന്നെ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.